ഇന്നത്തെ ദിവസത്തേക്ക് എല്ലാവർക്കും നമസ്കാരം. ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഒരു സന്തോഷമായിട്ടുള്ളൊരു കാര്യം പറയാനുണ്ടെന്ന്. ആ കാര്യത്തിൻ്റെ തുടക്കമാണ് ഇന്ന് കേട്ടോ. ഞങ്ങളൊരു വീടെടുത്തു. വീടിൻ്റെ എഗ്രിമെൻറ്റിൻ്റെ ദിവസമുള്ള വീഡിയോ ആണിത് കേട്ടോ. ഇന്ന് അന്നത്തെ ദിവസം ആ എഗ്രിമെൻറ്റിൻ്റെ അന്ന് ഇതാക്കിയതാണ് വീഡിയോ. പക്ഷേ ഞങ്ങൾ അന്നേരം ഇടാണ്ടിരുന്നത് കുറച്ച് കഴിഞ്ഞിട്ട് മേടിച്ച് കഴിഞ്ഞതിന് ശേഷം ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഓരോന്ന് 1 by 1 ആയിട്ട് ഇടുക കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ എഗ്രിമെൻ്റ് എഴുതുന്ന സമയത്ത് എഗ്രിമെൻ്റ് എഴുതി നമ്മൾ ഇതാക്കുന്ന സമയത്തുള്ളതാണത്. ആ വീട്ടിൽ നിന്ന് തന്നെയാണ് നമ്മൾ എഗ്രിമെൻ്റ് എഴുതുന്നത്. ചെറിയ വീടാണ്. അപ്പോൾ അതിൻ്റെ തുടക്കമാണ്. എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാൻ വേണ്ടിയാണ് ഇങ്ങനെ എല്ലാം എടുത്ത് ഓരോന്ന് വെച്ചത്. കുഞ്ഞു വീടാണ്, ചെറിയ വീടാണ്. പക്ഷെ സ്വന്തം എന്ന് പറയുമ്പോഴുണ്ടാകുന്നൊരു സമാധാന സന്തോഷമൊക്കെ ഉണ്ട് നമുക്ക്. പിന്നെ നമ്മൾ 3 പേരല്ലേ ഉള്ളൂ, ഞാനും അച്ഛനും ചേട്ടനും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പിന്നെ വലിയ പ്രശ്നമൊന്നുമില്ല. ഞാനിങ്ങനെ ഓരോ ദിവസത്തെ വീഡിയോ ആയിട്ട് ഓരോന്ന് ഇടായിട്ടാണ്. എല്ലാവരും കാണണം കേട്ടാ. ചേട്ടനന്ന് വർക്ക് ഉണ്ടായിരുന്നു, വരാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ എഗ്രിമെൻ്റ് എഴുതുന്ന സമയത്ത് ഞാൻ മാത്രമേ പോയുള്ളൂ. ഞാൻ പോയി എഗ്രിമെൻ്റ് എഴുതി പൈസ ഇതായിരുന്നു നമ്മൾ എടുക്കുന്ന സമയത്തുള്ള ആ വീട്ടിൻ്റെ എല്ലാം ഒരു അവസ്ഥ കേട്ടോ. നമ്മളിപ്പോൾ എടുത്തു കഴിഞ്ഞിട്ട് എന്തെങ്കിലും ചെയ്തോന്ന് ചോദിക്കും. നമ്മളൊന്നും ചെയ്തില്ല. കുറച്ച് അവിടെ നിന്ന് സാധനങ്ങളൊക്കെ മാറ്റി എല്ലാം റെഡിയാക്കി വെച്ചു, അത്രയേ ഉള്ളൂ. ഇപ്പം നമ്മൾ കുറേ ഓരോന്നായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ട് മാത്രമേ അവിടെ കയറി താമസിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ കുറേശ്ശെ ആയിട്ട് നമ്മളെല്ലാം ചെയ്യുന്നുണ്ട്, ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് പോയിട്ടുണ്ടായിരുന്നു, കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്തു. വലിയ ഇതിലൊന്നും ഇപ്പം നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് കുറേശ്ശെ ആയിട്ട് എല്ലാം ചെയ്ത് തീർക്കണം. എഗ്രിമെൻ്റ് എഴുതിയ ആ ദിവസം മുതൽ ഇപ്പം ഞാൻ സംസാരിക്കുന്ന സമയം വരെ എന്ന് പറഞ്ഞ പോലെ ഭയങ്കര ഒരു സങ്കടവും വിഷമവും പേടിയൊക്കെ ആയിരുന്നു. എഗ്രിമെൻ്റ് എഴുതി പൈസ ശരിക്ക് വന്നില്ല കയ്യിൽ. അപ്പോൾ അതിൻ്റെയൊക്കെ കുറേ ടെൻഷൻ ഉണ്ടായി. അത് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിക്കാത്ത ആൾ പോലും എൻ്റെ കയ്യിൽ പൈസ കൊണ്ടെത്തന്ന് കാര്യങ്ങൾ നടക്കട്ടെ എന്ന് പറഞ്ഞു. എനിക്കത് എന്താ പറയുക, എല്ലാവരോടും എനിക്ക് ആ സന്തോഷം എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. ഞാൻ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ പൈസ എൻ്റെ കയ്യിൽ കിട്ടിയ കാര്യങ്ങൾ ഭംഗിയായി നടന്നു.